അങ്ങനെ അഗ്നിപരീക്ഷയിൽ മത്സരാർത്ഥികൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സർപ്രൈസിങ് ഒരു പവറിന്റെ രൂപത്തിൽ ഇൻഫിനിറ്റി പെൻഡുലം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ സീസണിലൊക്കെ ചില കോയിൻസും ചില കാര്യങ്ങളെല്ലാം ലാലേട്ടൻ കൊടുക്കാറുണ്ട്. ചില ടാസ്കുകൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുപോലെയുള്ളൊരു സംഭവമായിട്ടാണ് ഇൻഫിനിറ്റി പെൻഡുലം എനിക്ക് തോന്നിയത്. അതിൽ നല്ല പ്രിവിലേജസും കൂടുതൽ പവറും കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതിൽ ആദ്യത്തെ 40 20 ആ 20 3 ടീമാക്കി കൺവേർട്ട് ചെയ്തു. ആ 3 ടീമുകളിൽ ഓരോ ടീമും പരസ്പരം അതിലംഗങ്ങളായിട്ട് മത്സരിച്ചു. അതിൽ വിജയിക്കുന്ന ആളിനാണ് ഈ ഇൻഫിനിറ്റി പെൻഡുലം കൊടുക്കുന്നത്. അപ്പോൾ അഖിൽ മാരാർ ഒരു ടീം സെലക്ട് ചെയ്തു, റിയാസ് ഒരു ടീം സെലക്ട് ചെയ്തു, രഞ്ജിനി ഹരിദാസ് ഒരു ടീം സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ടീമിൽ 3 പേർക്ക് ആണ് ഇപ്പോൾ ഈ ഇൻഫിനിറ്റി പെൻഡുലം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് 3 ടാസ്കുകളായിട്ടാണ് കൊടുത്തിരുന്നത്. ആദ്യത്തേത് ഒരു ഇൻഫിനിറ്റി പിരമിഡ്, ഒരു പേപ്പർ ഗ്ലാസും ഒരു പേപ്പറിന്റെ തന്നെ ഒരു കാർഡ്ബോർഡും വെച്ച് ഒരു ഇൻഫിനിറ്റി പെൻഡുലം അല്ല ഇൻഫിനിറ്റി സോറി പിരമിഡ് ഉണ്ടാക്കുക. ആദ്യം ഒരു ഗ്ലാസ്, പിന്നെ അതിന്റെ മുകളിൽ 2 ഗ്ലാസ്, ആ രീതിയിൽ പല ആളുകളും ഉണ്ടാക്കിയെങ്കിലും ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് മറിഞ്ഞു വീഴുന്നു. അവസാനം ഒരു 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നന്നായി ചെയ്ത വ്യക്തിക്കാണ് ഇൻഫിനിറ്റി പെൻഡുലം. രണ്ടാമത്തേത് ഒരു ഇൻ ആൻഡ് ഔട്ട്, ഇങ്ങനെ കുളം കര എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു. അതിൽ വിന്നറായിട്ടുള്ള ഒരാൾക്ക് ഇൻഫിനിറ്റി പെൻഡുലം കിട്ടി. മൂന്നാമത്തെ ഒരു ഗ്ലാസ്സിൽ 1 ബൗൺസ് ചെയ്ത് ബോൾ അതിൽ വീഴണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോൾ വീഴ്ത്തിയ ആൾക്കാണ് ഈ മൂന്നാമത്തെ ടാസ്കിലും കിട്ടി. അങ്ങനെ 3 പേർക്കാണ് ഇൻഫിനിറ്റി പെൻഡുലം കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇപ്പോൾ ഇതിൽ പല ആളുകളും മത്സരിച്ച് ഔട്ടായി ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളുകൾക്കാണ് മെയിൻ ബിഗ് ബോസ് സീസണിലേക്ക് കടക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ ഇൻഫിനിറ്റി പെൻഡുലത്തിന്റെ പവറും പ്രിവിലേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ചില സാഹചര്യങ്ങളിൽ ഔട്ടാവുകയാണെങ്കിലും ചിലപ്പോൾ ഈ പവർ ഉപയോഗിച്ച് വേണമെങ്കിൽ അതിൽ നിൽക്കാം. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ പവർ കൊടുക്കാം ഔട്ടാവുകയാണെങ്കിൽ. ചിലപ്പോൾ സ്വാപ്പ് ചെയ്യാം. ചില ആളുകൾ ഔട്ടായ ആൾ അകത്താക്കാം, വിന്നറെ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കാം. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതും അവർക്ക് തന്നെ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് കൺഫ്യൂസ് ആക്കുന്ന രീതിയിലുള്ള ചില പവറുകളും പ്രിവിലേജുമായിട്ടായിരിക്കണം എന്തായാലും ഈ ഇൻഫിനിറ്റി പെൻഡുലം എന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇൻഫിനിറ്റി പെൻഡുലം കൂടാതെ ഇപ്പോൾ മത്സരത്തിൽ തോറ്റ ആളുകൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രഞ്ജിനി പറയുന്നുണ്ട് സന്തോഷിക്കേണ്ട, ഇതൊരു പണിയായിരിക്കുമെന്ന്. കാരണം ചിലപ്പോൾ അത് പൊതി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഔട്ടാവുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ പെൻഡുലമായാലും മറ്റ് സമ്മാനങ്ങളിലൂടെ ആണെങ്കിലും ബിഗ് ബോസ് ഈ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്ര പേര് അതിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കും, ബുദ്ധി ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കും, പതറാതെ ഈ പവറും പ്രിവിലേജസും മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കൈ കിട്ടിയ പണികൾ എങ്ങനെ അത് ഓവർകം ചെയ്യും, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ വിചാരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ലൊരു പണിയായിരിക്കും മത്സരാർത്ഥികൾ കിട്ടാൻ പോകുന്നത്. അതിൽ നിന്നും വിൻ ചെയ്ത് കയറുക എന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ടൊരു അഗ്നിപരീക്ഷ, ഈ പേര് നിശ്ചയിച്ച പോലെ ഒരു അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കാണാം ഈ ഇൻഫിനിറ്റി പെൻഡുലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.